കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 13 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നഗരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവ്, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡൊമിനിക്കിന് സഭയിൽ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുകയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ കേട്ട വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അതിലെ കാതലായ സന്ദേശമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ്, ദൈവത്തെ അറിഞ്ഞവർ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കും. അവർക്ക് പിന്നെ കൽപ്പനകൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല, ദൈവത്തെ അനുഗമിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ പുറകെ ആരും പോയി നിർദ്ദേശം കൊടുക്കണ്ട, വാണിംഗ് കൊടുക്കണ്ട, ഇതൊന്നുമില്ലാതെ അവർ ദൈവത്തെ അനുസരിക്കും, ദൈവത്തെ സ്നേഹിക്കും. കാരണം ദൈവത്തെ അവരറിഞ്ഞു. നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 4:8 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്, കാരണം ദൈവം സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് ഈ അറിവ് സമ്പാദിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ വളരെ എളുപ്പമായിരിക്കും. വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം പഠിപ്പിച്ച ഒരു കാര്യമാണ്, ദൈവമക്കൾക്ക് 2 കാര്യങ്ങളാണ് വളരെ ആവശ്യം. ഈ 2 കാര്യങ്ങളും ചങ്കോട് ചേർത്ത് പിടിക്കണം. 1 പുണ്യാഭ്യാസം, 2 വിദ്യാഭ്യാസം. ഈ 2 കാര്യങ്ങളും വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായ 2 കാര്യങ്ങളാണ്. ഉത്തമമായ വിദ്യാഭ്യാസം ലഭിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക്. അതിലേറെ പുണ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം കൊടുത്തു. നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ 21 വയസ്സ് പ്രായമൊക്കെ ഉള്ള ചെറുപ്പക്കാർ, യുവാക്കൾ, എത്ര പേരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ചിന്ത വരും? ദേശത്ത് ഒരു ക്ഷാമം വന്നപ്പോൾ ഡൊമിനിക് ചെയ്തൊരു കാര്യം, തൻ്റെ പാഠപുസ്തകങ്ങളും തനിക്ക് വിൽക്കാമായിരുന്നതൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് ആ പണം കൊണ്ടുപോയി പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിച്ചു. പുണ്യാഭ്യാസം, ഇതിന് വലിയ സ്ഥാനം ജീവിതത്തിൽ കൽപ്പിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ
പാപങ്ങളെ പരിഗണിക്കാൻ വലിയ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പം അറിവുണ്ട്, വിദ്യാഭ്യാസം, ദൈവത്തെ അറിയുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ആ അറിവിൻ്റെ വെളിച്ചത്തിൽ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാനുള്ള ഒരു താല്പര്യം, ഒരു പരിശ്രമം, ഇതെല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആൽബിജൻസ്യൻ പാഷണ്ഡത, അതിനെതിരെ ശരിക്കും പ്രസംഗിച്ച ഒരു നല്ല ശക്തനായ ഒരു പ്രാസംഗികൻ, പ്രബോധകനാണ് വിശുദ്ധ ഡൊമിനിക് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളിൽ പലരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു തെറ്റായ ബോധ്യം തിരുത്താൻ ഈ വിശുദ്ധൻ സഹായിക്കണം. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താ, ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് തന്നെ ഇതിന് മാത്രം കാര്യം, ഓടി നടക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ആക്റ്റീവ് മിനിസ്ട്രി. ചിലർക്ക് ഈ ക്ലോയിസ്റ്റേഡ് ഗവൺമെൻറ്റിലൊക്കെ അവർ പ്രാർത്ഥിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവർക്ക് ഇതിന് പകരം എവിടെയെങ്കിലും പോയിട്ട് അല്ലോ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നത്, വേണേ നിവൃത്തിയില്ലാതെ കിടക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കുന്നത്, അവരെ ഒന്ന് ഷേവ് ചെയ്ത് അല്ലെ കുളിപ്പിച്ച് സഹായിക്കുന്നത്, അതൊക്കെയല്ലേ വേണ്ടേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. വിശുദ്ധ ഡൊമിനിക് ആൽബിജൻസ്യൻ പാഷണ്ഡതയ്ക്കെതിരെ അദ്ദേഹം കണ്ടെത്തിയൊരു കാര്യമാണ്, എൻ്റെ പ്രസംഗത്തെക്കാൾ നല്ലതാണ് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. നമ്മളിൽ ആർക്കാ നമ്മുടെ വീട്ടിൽ ഇരുന്നാണേലും ഇത് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ഓടി നടന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ ഞാൻ നല്ല നല്ല വാക്കുകളൊക്കെ കണ്ടെത്തി അതെല്ലാം പ്രയോഗിച്ച് കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ ഫലം കാണുന്നത് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്. ആ മനുഷ്യന് ബോധ്യമുണ്ടായി. നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, വാക്കുകളേക്കാൾ ശക്തമാണ് പ്രവൃത്തി. നമുക്ക് എന്നാ ബ്രഹ്മാണ്ടൻ ഐഡിയ നമ്മുടെ തലയ്ക്കകത്ത് നല്ല ആശയമാണെങ്കിലും പ്രവൃത്തിയിൽ വരാത്തിടത്തോളം കാലം അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. എനിക്ക് വേണേൽ ഇരുന്ന് ചിന്തിക്കാം, എൻ്റെ ദൈവമേ, നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള സകല പാവപ്പെട്ടവരെയും സഹായിക്കാമായിരുന്നു, വിദ്യാഭ്യാസത്തിനോ കല്യാണത്തിനോ അങ്ങനെയുള്ള പല കാര്യങ്ങളും. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് ചെറിയൊരു സഹായം പോലും കൊടുക്കാതെ ബ്രഹ്മാണ്ടൻ ഐഡിയ തലയെ കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? അപ്പം അതുകൊണ്ട് സംസാരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രവൃത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയാറുള്ളതുമാണ്. അതിനേക്കാൾ വലുതാണ്, ശക്തമാണ് പ്രാർത്ഥന എന്നുള്ളത് വിശുദ്ധ ഡൊമിനിക് കണ്ടെത്തി. അദ്ദേഹം അത് പഠിപ്പിക്കുകയും ചെയ്തു. പറയുണ്ട്, എനിക്ക് മറ്റുള്ളവരെ പോലെ സുവിശേഷ വേലയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്ക് ആരോഗ്യം കുറവാണ്, ഇങ്ങനെയുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞു പോകാതെ എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാവുന്ന സുവിശേഷ വേലകൾ ചെയ്ത് മുമ്പോട്ട് പോകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുന്ന് പ്രാർത്ഥിക്കുക, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക, സമയമെടുത്ത് പ്രാർത്ഥിക്കുക, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക, ഹൃദയം പൊട്ടുമാറ് പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് വയനാട് ദുരന്തം പോലെ എന്തെങ്കിലുമൊക്കെ ദുരന്തം, അല്ലെ വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സഹതാപം കാണിക്കും, ഇതേക്കുറിച്ച് ഒരുപാട് സംസാരിക്കും. പക്ഷേ ഹൃദയം പൊട്ടുമാറ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി വേണമെങ്കിൽ നമ്മുടെ ചെറുവിരലൊന്ന് അനക്കിയെങ്കിലും ഒരു സഹായം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുമോ? അതില്ലാത്തിടത്തോളം കാലം ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ അറിഞ്ഞവരുമായിട്ട് നമ്മൾ മാറുന്നില്ല എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയേണ്ടതും, അവിടെ നമ്മൾ കാണുന്നു, ജെറമിയ പ്രവാചകൻ 31-ാം അധ്യായം 34-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, ഞാനിനി ഒരിക്കലും നിൻ്റെ ഇന്നലകളിലെ പാപങ്ങൾ ഓർത്തിരിക്കില്ല. ഒത്തിരി പേരെ ഇന്ന് അസഹ്യപ്പെടുത്തുന്ന, ശല്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, എൻ്റെ ഇന്നലകൾ ഇങ്ങനെ ആയിരുന്നല്ലോ, പരിതാപകരമായിട്ടുള്ള ഒരു ജീവിതമാണല്ലോ ഞാൻ നയിച്ചത്, എൻ്റെ ഒരു ആവശ്യമില്ലെന്ന്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ ഇന്നലകളിലെ പാപങ്ങൾ ഒരിക്കലും ഇനി മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല, അത് ഞാൻ ക്ഷമിക്കും. ഇത് ബൈബിളിലുടനീളം നമ്മൾ കാണുന്നൊരു സന്ദേശമാണ്. യെശയ്യാ 43:25, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. മിക്കായുടെ പുസ്തകം 7-ാം അധ്യായം 19-ാമത്തെ വചനം, നിന്റെ ഇന്നലകളിലെ പാപങ്ങൾ
ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ ചവിട്ടിത്താത്തി. അതുകൊണ്ട് നീ അതേക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടണ്ട. ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നാലത്തെ കുഴപ്പം, ഇനി മുമ്പോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെ നമ്മൾ ചെയ്യേണ്ടാവും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം, സഭയെ ഇടിച്ചു പൊളിച്ച സാവൂൾ. 9-ാം അധ്യായം, കർത്താവിനെ കണ്ടുമുട്ടി ദൈവാനുഭവം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ വ്യക്തിപരമായ ദൈവാനുഭവം പത്രോസിനത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് അക്കാര്യം പറയാൻ സാധിച്ചതും കർത്താവ് പറഞ്ഞത് നീ ഭാഗ്യവാനെന്ന്. വ്യക്തിപരമായ ദൈവാനുഭവം. ഈ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് അവൻ പൗലോസായി കഴിഞ്ഞ് അവൻ ചെയ്ത കാര്യങ്ങൾ തുടർന്ന് വായിച്ചാൽ 10 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളിൽ 10% പോലും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പൗലോസ് ഇരുന്നിട്ട് എന്നാലും ഞാൻ സാവൂളായിരുന്നപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ, ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ, ഞാൻ മഹാഭാവിയാണ്, എന്നെ എന്നാത്തിന് കൊള്ളാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് കുറ്റബോധത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ ചെയ്ത പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ പോയേനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ പാപങ്ങൾ അതേ ഒരു പ്രാവശ്യം നിങ്ങൾ കുമ്പസാരത്തിൽ എണ്ണിപ്പറഞ്ഞ് കുമ്പസാരിച്ചാണെങ്കിൽ ഇനി ഒരിക്കലും ഓർത്തിരിക്കരുത്. ഇനി വീണ്ടും അടുത്ത കുമ്പസാരത്തിൽ അത് പറയാൻ പോകരുത്. ആ കുമ്പസാരത്തിൻ്റെ കൃപ കളയുന്നൊരു കാര്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, നന്മ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ആ ഗണത്തിൽ പെടേണ്ടവരല്ല ദൈവമക്കൾ. ദൈവം ക്ഷമിച്ച് മറന്നത് നമുക്ക് മറന്ന് മുമ്പോട്ട് നന്മ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അത് എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതാണ് ഇന്നലകളിലെ പാപത്തിനുള്ള പരിഹാരം. ഉപസാരിക്കാൻ നിങ്ങൾ ചെന്നപ്പോൾ 3 നന്മ അറിഞ്ഞവരെയും ചെല്ലിയോ, ഒരെത്രയും ദേളമാതാവെ ചെല്ലിക്കോ എന്ന് പറഞ്ഞത് ചിന്തിക്കരുത്. അതാണ് പാപത്തിനുള്ള പരിഹാരം. അത് പരിഹാരം ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. പരിഹാരം എന്ന് പറയുന്നത് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതം, പാപരഹിത ജീവിതം നയിക്കുന്നത്. എൻ്റെ ശരീരത്തിൽ പാപസുഖം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ത്യാഗമെടുത്ത് അതിന് പരിഹാരം ചെയ്യുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ വിശുദ്ധ ഡൊമിനിക്ക് നമുക്ക് പ്രചോദനമാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.